നജുമ തബ്ഷിറ ഇന്നിപ്പോൾ കോടതിയിലേക്ക് എത്തുന്നുണ്ട്. അത് മൻഡാമസുട്ട എത്തുകയാണ്. കോടതി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൊഴി മാത്രമല്ല, അതിൻ്റെ തെളിവ് ഭാഗമടക്കം എല്ലാ കാര്യങ്ങളും കോടതിയിലേക്ക് വരണം എന്നാവശ്യപ്പെടുകയാണ്. ഈ 89 പേജ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട 89 പേജോ 69 പേജോ അത് മാറ്റി നിർത്തിയാൽ പോലും അത് വായിച്ചാൽ ഈ ഭൂലോകത്തുണ്ടാവാനിടയുള്ള സെക്ഷൽ അസോൾട്ടുകളുടെ പരമാവധി ഉണ്ട് എന്നുള്ളതാണ് മാറ്റി നിർത്തപ്പെട്ട പേജുകൾ ബാക്കി വായിച്ചപ്പോൾ മനസ്സിലാവുക. വരും ദിവസങ്ങളിലെ കോടതി ഇടപെടലിൽ അതിശക്തമായൊരു നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നജുമ? തീർച്ചയായും ഈ വിഷയത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 4.5 വർഷമായി നമ്മൾ കാണാത്ത പേജുകൾ അടങ്ങിയ ഈ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. 4.5 വർഷത്തോളം ഈ നിരന്തരമായി സിനിമ എന്ന് പറയുന്ന തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിൻ്റെ കസ്റ്റോഡിയനാണ്. ഈ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ, ഈ നാടിൻ്റെ കസ്റ്റോഡിയനാണ്, സംരക്ഷകരാണ്. ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാവുകയും ഈ നാട്ടിൽ ഒരു തൊഴിലിടത്തിൽ ഇത്ര വ്യാപകമായ ചൂഷണം വർഷങ്ങളായി നടക്കുന്നു എന്ന് അറിയുകയും അതാരാണ് ചെയ്യുന്നത്, ആർക്കെതിരാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായ റിപ്പോർട്ട് കയ്യിൽ കിട്ടുകയും ചെയ്തിട്ട് ഇത്രയും വർഷം അതിന്മേൽ ആക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഇനി അത് പോട്ടെ, ഈ വിഷയം ഇന്നലെ പുറത്തെത്തുന്നു. നിരന്തരമായ മനുഷ്യന്മാരുടെ വലിയ പരിശ്രമങ്ങൾ കാരണം സർക്കാർ അതിലും വലിയൊരു കുരുക്കിൽ പെടുന്നത് കാരണമൊക്കെ ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തെത്തുന്നു. ഈ റിപ്പോർട്ട് പുറത്തെത്തിയതിനു ശേഷം ഇപ്പോൾ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് ഒരു തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ പബ്ലിക് ഡോക്യുമെൻ്റ് പുറത്തു വന്നതിന് ശേഷം പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സോണിയ, ഡോക്ടർ സോണിയ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇവരെ പോലെ വളരെ ധീരരായിക്കൊണ്ട് ചില മനുഷ്യർ പുറത്തു വന്ന് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആരൊക്കെയാണ് ഇവിടെയുള്ള ഈ വേട്ടക്കാർ എന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ ആക്ട് ചെയ്യാനല്ലാതെ പിന്നെ എന്തിനാണ് ഇവിടെ കമ്മീഷനുകൾ ഉള്ളത്, എന്തിനാണ് ഇവിടെ ഗവൺമെൻറ് ഉള്ളത് എന്ന ചോദ്യമാണ് എനിക്ക് ആദ്യം ഉന്നയിക്കാനുള്ളത്. കാരണം ഈ നാട്ടിൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്കിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ മുകളിൽ കൃത്യമായ നടപടി ഉണ്ടാവുകയും സ്വമേധയാ കേസെടുക്കുന്ന വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടാവുന്ന ഒരു നാടാണിത്. അത് അവർക്ക് ആവശ്യമുള്ള ആളുകളാകുമ്പോൾ അവിടെ ഓടിപ്പാഞ്ഞെത്താനും സ്വമേധയാ കേസെടുക്കാനും മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ യാതൊരു പ്രയാസവും ഉണ്ടാവാറില്ല. എന്നാൽ ഇത്ര ഗുരുതരമായൊരു ചൂഷണം സംഭവിക്കുന്ന, സ്ത്രീകളെ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മൾ എന്താണ് സാമാന്യ ജനങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ തോന്നലല്ലെന്നും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പവർ ഗ്രൂപ്പിൻ്റെ കരങ്ങൾ സർക്കാരിനു മേൽ വരെ ഉണ്ടെന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ലേ ഇത്. സാധാരണയായി ഇവിടെ സഹ പാനലിലിരിക്കുന്ന സജി നന്ദിയായിട്ട് നേരത്തെ സൂചിപ്പിക്കുന്നത് കേട്ടു, ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ ഒരു കൂമ്പാരം എന്ന്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ നിന്ന് പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായി. പുറത്തു പോകാൻ സമ്മതിക്കണം മിസ്റ്റർ ഹാഷ്മി. കാരണം ഇത്തരത്തിലുള്ള മനുഷ്യരെ കൂടെ ഇരുത്തി സംസാരിക്കുന്നത് പോലും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് സ്ത്രീകൾ തുറന്നു പറയുന്നത്. ഇതൊരു തൊഴിലിടമാണ് എന്ന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ എത്തിയെന്ന് പറഞ്ഞാൽ അതെന്തൊരു ദുര്യോഗമാണ്. ഇതൊരു മാഫിയ സംഘമാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രീ കണ്ടീഷൻസ് നിങ്ങൾക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന ഒരിടത്തെ അല്ലല്ല, ഇത് അങ്ങനെ ഒരു മാഫിയ സംഘമല്ല, ഇത് ഒരു തൊഴിലിടമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ഈ WCCയുടെ ഒക്കെ ഫോർമേഷന് ശേഷം അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാവുകയും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ട് ഇപ്പോഴെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉള്ളത് എന്ന് വളരെ സംശയത്തോടു കൂടി നോക്കിക്കൊള്ളുകയാണ്. സ്വാഭാവികമായും ഹൈക്കോടതിയിലെ ഇടപെടലുകൾ ഉണ്ടാവുകയും ബില്ലിൻ്റെ മുകളിൽ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഇങ്ങനെ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ പറ്റുന്നില്ല? നമ്മളെല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചതാണ്. വളരെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള പല ഇഷ്യൂസും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പലയിടത്തും ഇങ്ങനെ ബാർ ഇട്ട് പറയുന്നുണ്ട്, ഗേൾ ബാർ വിമൻ. ചിലയിടത്ത് സ്ത്രീകൾ, ഇന്ന സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു സ്ത്രീ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ചില പെൺകുട്ടികൾ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടികളും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ അറിയാവുന്നതാണ്. കുട്ടിയാണ്. കുട്ടികൾക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുന്നു എന്ന് ഒരു പരിധിവരെ കോമൺ സെൻസ് വെച്ച് ഒരു മനുഷ്യർ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ്. അത്രയും ചെറിയ കുട്ടികൾക്ക് നേരെയുള്ള നൈതികമായ അതിക്രമങ്ങൾ എന്ന് പറയുന്നത് പോക്സോ കേസാണ്. ഇതിലൊന്നും ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ കേസ് എടുക്കാതിരിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഗുരുതര സ്വഭാവമുള്ള വിഷയങ്ങൾ